ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയെന്നല്ല, നമ്മുടെ ഹൈക്കോടതിയുടെ പ്രൊസീഡിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 211-ാമത്തെ കേസായിരുന്നു. ഈ കേസ് കൊടുത്തിരുന്നത് ജനുവരി 1-ാം തീയതി ആയിരുന്നു. 2-ാം തീയതി ആയിരുന്നു ആദ്യത്തെ വാദം നടന്നത്. പിന്നെ ഇത് 5-ാം തീയതിത്തേക്കും പിന്നെ 12-ാം തീയതിത്തേക്കും മാറ്റിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 12-ാം തീയതി പിന്നെയും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഹൈറേഞ്ച് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കച്ചിത്തുരുമ്പായിരുന്നു അല്ലേ. ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസ് റദ്ദാക്കണം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെന്നും നമ്മുടെയൊക്കെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ പാൻ കാർഡ് ഉണ്ടെന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ 1000 രൂപയും 1500 രൂപയൊക്കെ കൊടുത്ത് കിട്ടുന്ന ഈ സംഭവങ്ങളെ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളെ, നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡോക്യുമെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പക്ക ഫ്രോഡുകളായിരിക്കും. ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഒന്നും പരസ്യമായി കാണിച്ചിട്ട് നമുക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ കള്ളന്മാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇവർ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് കേസ് വിളിച്ച സമയത്ത് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു ഈ കേസ് മാറ്റിവെക്കണം. അപ്പോൾ നമ്മുടെ ജഡ്ജി പറഞ്ഞു 21, എന്നാലും പറഞ്ഞു പറ്റില്ല, നമുക്ക് 27-ാം തീയതിക്ക് മാറ്റിവെക്കണം. അപ്പോൾ 15 ദിവസത്തെ ഗ്യാപ്പാണ്. അപ്പോൾ ഇതിനുള്ള കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പറയുന്നത്, ഈ കേസ് വലിയ രീതിയിലുള്ള അന്വേഷണം വേണ്ടിയിട്ട് സർക്കാർ ഉത്തരവിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഈ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ SI അന്വേഷിച്ച സമയത്ത് എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാ തട്ടിപ്പുകളും കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടാണ് നമ്മളൊക്കെ കണ്ട നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെഷൻ കോർട്ട് തൃശ്ശൂരിൽ കൊടുത്തിരിക്കുന്ന സാധനം. അന്വേഷണത്തിൽ പുരോഗതിയില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത സമയത്താണ് ചേർപ്പ് പോലീസിൻ്റെ SI ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചത്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ കേസ് നമ്മൾ അന്വേഷിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ഒരു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണ പരിധിക്കപ്പുറത്തുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈം ബ്രാഞ്ച്, CBI, ED അതുപോലെയുള്ള അന്വേഷണ ഏജൻസികൾ, ഇൻ്റർപോൾ അതുപോലെയുള്ള അന്വേഷണ ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് എന്ന്. അതുപോലെ തന്നെയാണ് കേരള നിയമസഭയിൽ 2 MLA ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ മറുപടി പറഞ്ഞത്, CBI അന്വേഷണത്തെക്കുറിച്ചുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ അന്വേഷണത്തിനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. അതുകൊണ്ട് അടുത്ത കേസ് വിളിക്കുന്ന സമയത്ത് തന്നെ ഈ സാധനം പറഞ്ഞിട്ട് ഇവരുടെ ആപ്പീസ് പൂട്ടി. ഇനിയിപ്പോൾ അത് നമ്മൾ ഈ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പീസ് പൂട്ടാൻ ഇവരുടെ എല്ലാം അടപ്പ് തെറിപ്പിക്കുന്ന ഡോക്യുമെൻറ്റുമായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ വരുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവരെ ലീഡർമാരെ ഇവിടെ മുൻകൈ എടുത്തിട്ടാണ് ഈ കേസ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് മാത്രമാണിത്. നിങ്ങൾക്കറിയാം, ഇത്രയും വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്ന, ഇത്രയും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് മണി ചെയിൻ, അങ്ങനെ അതിൻ്റെ FIR ക്വാഷ് ചെയ്യില്ല എന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷേങ്കിൽ ഈ ഒരു പേരും പറഞ്ഞിട്ടൊരു കേസ് കോടതിയിൽ കൊടുക്കുകയും അത് കേസ് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇവർക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവരോട് പൈസ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരെ ഇവർക്ക് പറ്റിക്കാൻ പറ്റും. നമ്മുടെ കേസ് കോടതിയിലാണ്,
ആ കേസ് തീരുന്നവരെയെങ്കിലും നിങ്ങൾക്കൊന്ന് അടങ്ങിയിരുന്നൂടെ? നമ്മൾ കേസ് ജയിക്കും. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്കെല്ലാം പൈസ കിട്ടും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് സമാധാനം തരൂ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ കേസ് എന്ന് എല്ലാവർക്കും അറിയാം. ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. തലച്ചോറുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കേസിൽ ഇവർ തന്നെ ഇവരുടെ വോയിസൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർക്ക് ഈ കേസിൽ യാതൊരുവിധ പ്രതീക്ഷയുമില്ല. ഇതൊരു കേസ്, എന്തായാലും അത് ഇങ്ങനെ നീട്ടി വെച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ എപ്പോഴാണോ വായ തുറക്കുന്നത് ആ സമയത്ത് ഈ കേസ് പൊട്ടിപ്പോകുമെന്ന് അറിയാം. അത്ര വരെ ഇവർക്ക് എന്ത് വേണമെങ്കിലും വാദിക്കാം, എന്ത് വേണമെങ്കിലും ന്യായങ്ങൾ പറയാം. പക്ഷേങ്കിൽ എപ്പോഴാണോ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കാനായിട്ട് എഴുന്നേൽക്കുന്നത്, അദ്ദേഹം ഒരു വാദം പറയുന്നത്, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിധിയായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കേസ് അങ്ങനെ നിസ്സാരമായ കേസല്ലാന്നും CBI അന്വേഷണത്തിന് കേരള സർക്കാർ ഒരുങ്ങിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണോ എന്നും അതേസമയത്ത് നമ്മൾ വേറൊരു കാര്യം നോക്കണം കേട്ടോ. ഈ കേസ് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ഒരു 30 ദിവസത്തിൻ്റെ സമയമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പരാതി ബോധിപ്പിക്കാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടർ കൊടുത്തിരിക്കുന്ന അപേക്ഷന്മേലെ ഡെസിഗ്നേറ്റഡ് കോർട്ട് ഒരു ലെറ്റർ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒട്ടിച്ചിട്ട് 30 ദിവസത്തെ കാത്തിരിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ ആ ദിവസം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഇവരുടെ വീട്ടിൻ്റെ മുന്നിലത്തെ ഡോറിൻ്റെ മുകളിൽ അത് ഒട്ടിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ചിലപ്പോൾ ഇവരില്ലാത്തത് കൊണ്ട് ആ വീടൊക്കെ പൂട്ടിയിട്ട് ചിലപ്പോൾ ഇവരുടെ മാതാപിതാക്കളുടെ സ്വന്തം ഭവനത്തിലായിരിക്കാം ഇവരുടെ താമസം. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ നീട്ടി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കാര്യം തീരുമാനമാവും, പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആവും. പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പരാതിക്കാർക്ക് പൈസ കൊടുക്കുക എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് എത്രയുണ്ട്, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് എത്ര പൈസയുണ്ട്, അതുപോലെ തന്നെ നികുതി എത്രയുണ്ട്, പ്രൊഫഷൻ ടാക്സ് എത്രയുണ്ട്, അതുപോലെയുള്ള ടാക്സുകൾ അല്ലെങ്കിൽ സെസ് എത്രയുണ്ട്, അല്ലെങ്കിൽ GST എത്ര പെൻഡിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഗവൺമെൻറ് സമർപ്പിക്കുകയും പരാതി നൽകിയ ആൾക്കാർക്ക് അവർക്കുള്ള പണം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കുക. കേസ് എപ്പോഴാണോ പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കാൻ തുടങ്ങുന്നത് അന്ന് തീരും.